നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് രണ്ടും ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കെ. അവളാണെങ്കിൽ ചെറുങ്ങനെ കണ്ണെല്ലാം തുറന്നിട്ട് സൈഡിലേക്ക് നോക്കുന്ന ടൈം നമ്മളെ ചെക്കൻ ഉണ്ടാവുമായിരിക്കെ. അപ്പോൾ അവളാണെങ്കിൽ എന്ത് ചെയ്യും, ചെക്കൻ്റെ അടുത്തേക്ക് ഇതുപോലെ പോകാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ എണീക്കുന്ന പോലെ തോന്നുന്നത്. നമ്മളെ പെണ്ണാണെങ്കിൽ ഉരുണ്ട് കെട്ടിട്ട് ഇതുപോലെ കിടക്കയിൽ വന്നിട്ട് കിടക്കുന്ന ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ തിരിഞ്ഞു കിടന്നതായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്ന കാര്യം. അപ്പോൾ അവനാണെങ്കിൽ എന്തെയും അവിടുന്ന് എണീച്ചിട്ട് നേരെ നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് വരും. നമ്മളെ പെണ്ണാണെങ്കിൽ ഉയ്യൻ്റെ അപ്പം ഒന്നും പറയേണ്ട ഒടുക്കത്തെ അഭിനയമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, നീ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ കൃഷ്ണമണിയിൽ അതിങ്ങനെ ഇളകുന്നത് എനിക്ക് തിരിയുന്നുണ്ട് എന്ന് പറയേ. എന്നിട്ടും അവൾ എണീക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവൾ അറിയാണ്ട് ഞെട്ടിയ പോലെ ആയിട്ട് പറയും, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടിയത്, നീ എന്താ വിടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിന്റെ അഭിനയം അടിപൊളിയാണെന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് എണീക്കാൻ നോക്കി. അതേ ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളെ അവിടെ പിടിച്ചിരുത്തി കാലിൽ ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ തല ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടാണെങ്കിൽ പറയും, നിനക്ക് ഇങ്ങനെ പനി പിടിച്ചിട്ടും ഉറക്കത്തെ പിച്ചും പേയും ചെയ്യുന്നതാണോ എന്ന് ചോദിക്കും. അതായത് ഇവനെ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാനുള്ള ഒരു ചാൻസും അവൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ഉത്സവത്തിനെല്ലാം പോയിട്ട് പാതിരാത്രി മൊത്തം അവിടെ തന്നെ ആയിട്ട് മനുഷ്യന് സൗണ്ടൊന്നുമില്ല. അതുമാത്രമല്ല ചിരട്ടി എന്ന് പറയുക കല്ലിൽ കുല, അതുപോലത്തെ ഒരു സൗണ്ടാണ് പുറത്ത് വരുന്നത്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ഇരിക്കുന്നത്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമാണ്. ചോദ്യം ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ കൈ ഇതുപോലെ പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം അതേ ടൈം അവളാണെങ്കിൽ പറയും, അങ്ങനെ വെറുതെ തമാശിച്ച നീ എൻ്റെ കൈ വിടുന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ കൈ വിടാണ്ട് അവളോട് എന്തോ ഒരു കാര്യം പറയാൻ നോക്കുന്ന അതേ ടൈം ആയിരിക്കും സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ നമ്മളെ കുയി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. കുയി വരുന്ന ടൈം വേണം നമ്മളെ പെണ്ണാണെങ്കിൽ കുയിയായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. എന്തിനാമോ അടി ഉണ്ടാക്കുന്നത്. ഇതേ ടൈം ആയിരിക്കും അച്ഛനാണെങ്കിൽ എന്തോ ഒരു ഫ്രൂട്ട് എടുത്തിട്ട്, ഇതിൻ്റെ പേര് പൊമാലോ എന്നോ അങ്ങനെ എന്തോ ആണ് ഞാനിവിടെ എഴുതി കാണിക്കാം. ആ ഒരു ഫ്രൂട്ട് എടുത്തിട്ടാണെങ്കിൽ ഇതുപോലെ കാണിക്കുന്നുണ്ടാവുമായിരിക്കും. അത് കണ്ടവിടെ നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, അച്ഛൻ്റെ കൈമെന്ന് അതിങ്ങനെ എടുത്തിട്ട് നമ്മളെ കുയിൻ്റെ മേത്ത് ഇതുപോലെ വെള്ളം തെറിപ്പിക്കാൻ നോക്കുന്ന ടൈം നേരെ നമ്മളെ ജിയാങ്ങിൻ്റെ മേത്തായിരിക്കും ഉണ്ടാവുക. അതേ ടൈം 4 എണ്ണത്തിന്റെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ 4 എണ്ണം കൂടിയിട്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്നതായിരിക്കും. നമ്മളെ ജിയാങ് ആണെങ്കിൽ അവൻ്റെ വഴിക്ക് പോകുന്നതായിരിക്കും. പക്ഷേ നമ്മളെ അച്ഛനാണെങ്കിൽ ഷിയാൻജി ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ വിളിച്ച് വരുത്തുന്നുണ്ടാവുമായിരിക്കും. അവൻ വരുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, അവനാണെങ്കിൽ ഈ ഒരു വഴിക്കല്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, ഡോർ ഇങ്ങനെ പിടിച്ചു വെക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, നിനക്കിങ്ങനെ തിരക്കില്ല, നീ നിന്റെ വഴിക്ക് പോയിക്കോന്നെന്ന് പറയുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും, ഞാൻ നിനക്ക് അന്നൊരു മീനിനെ തന്നിട്ടില്ല, അതായത് അച്ഛനോട് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മീനിനെ കൊടുത്തിട്ടില്ലേ, ആ ഒരു മീനിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഓ ആ മീന അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ അവനാണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യാൻ വരട്ടെ എന്ന് ചോദിക്കുക. പക്ഷെ അവളാണെങ്കിൽ പറയും, വരണ്ടെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും, ഇപ്പം നീ പോയിക്കോ, അടുത്ത പ്രാവശ്യം വരുന്ന ടൈം ആ ഒരു മീൻ ഇങ്ങനെ ഓക്കെ അല്ലെങ്കിൽ നീ തീർന്നെന്ന് കൂട്ടിക്കൊന്നെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണുവാണെങ്കിൽ ഓ ആശ്വാസമായാലും എന്നുള്ള ഭാവത്തിൽ കാറും എടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇവര് പോയ വഴി ജിയാങ് ആണെങ്കിൽ നേരെ കസിന്റെ വണ്ടിയിൽ വന്നിട്ട് കയറുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് കസിനെ ആണെങ്കിൽ ഒരു ദേഷ്യത്തോടെ നോക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും കസിൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നിനക്ക് വന്നതിന് ഒന്നും ഞാൻ കാരണമല്ല, ഞാൻ ഇതിലൊന്നും ഉത്തരവാദിയല്ല എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതായത് ജിയാങ് ആണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുക ആ ഒരു ഗുഹയിൽ ഇവരെ കുടിക്കിയത് നമ്മളെ കസിനാന്നായിരിക്കും. പക്ഷെ കസിൻ ആണെങ്കിൽ പറയും, ഞാൻ എല്ലാ നല്ല രീതിയിൽ വാദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ജിയാങ് ആണെങ്കിൽ പറയും, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ജിയാങ് എവിടത്തേക്കോ പോകുന്ന അതേ ടൈം ആയിരിക്കും ഇവരെ മാനേജർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ ടൈം കസിൻ ആണെങ്കിൽ മാനേജറോട് ചോദിക്കും, അയാൾക്ക് എങ്ങനെയാണ് നമ്മളെ ജിയാങ് അവിടെയുള്ള കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ മാനേജർ ആണെങ്കിൽ ഒന്ന് പരിങ്ങിയിട്ടാണെങ്കിൽ പറയും, അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഒരു ജിയാങ്ങിനെ കൊണ്ട് നിനക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ, അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്കത് കുറച്ച് ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേന്ന് പറയുക. അതേ ടൈം ആയിരിക്കും നമ്മളെ കസിൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നിന്റെ ഭാഗത്തു നിന്ന് തിങ്കാക്കുന്ന ടൈം അത് ശരിയാണ്, പക്ഷെങ്കിൽ ഞാൻ പറയാണ്ട് നീ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ജിയാങ്ങിനെ തന്നെ ഇപ്പം ഞാൻ മാറ്റി വെക്കേണ്ടിയിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാലോ എൻ്റെ അച്ഛൻ പറഞ്ഞാലോ നീ ഒന്നും ജിയാങ്ങിനെ ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാനേജർ
മാനേജറെ ചീത്ത പറയുന്നുണ്ടാവില്ല, ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇത് മാത്രല്ല, ഈ ഒരു കസിൻ ആണെങ്കിൽ ഈ ഒരു മാനേജറെ ഭയങ്കര കെയർ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ സ്നേഹിക്കാൻ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന പോലെ ആയിരിക്കും അവളോട് സംസാരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അവളോട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവ സീറ്റ് ബെൽറ്റ് ഇടുന്ന ടൈം അവന്റെ മുഖൂത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇവനെ കാണുന്ന ടൈം എനിക്ക് ഇവന് ഒരു ചെമ്മരിയാടിന്റെ കുപ്പായിട്ട് ചെന്നായിനെ പോലെ തോന്നുന്നത്. നിങ്ങൾക്കും ഇവന്റെ മുഖം കാണുമ്പോൾ എന്നാ തോന്നിയെന്ന് വെച്ചാൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ കാണുന്നത് ഇവർ 4 ആള് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണിന് മതിയായിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്ന ടൈം നമ്മളെ മുത്തശ്ശനും അങ്കിളും എല്ലാവരും അവളോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. എൻ്റെ മുത്തശ്ശനാണെങ്കിൽ അവളിങ്ങനെ കമ്പനിയിലാണെങ്കിൽ ലേറ്റ് ആയിട്ടും, കമ്പനിയല്ല റെസ്റ്റോറൻറ്റ്, അവിടെയാണെങ്കിൽ ലേറ്റ് ആയിട്ടും വേഗം തന്നെ തിരിച്ചു പോകുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈം ഈ ഒരു അങ്കിളാണെങ്കിൽ പറയും അവളിങ്ങനെ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ, അതുകൊണ്ടായിരിക്കും അവളങ്ങനെ ചെയ്യുന്നുണ്ടാവുമെന്നായിരിക്കും. അതേ ടൈം നമ്മളെ ഷൂ ആണെങ്കിൽ പറയും എന്നെയും കാട്ടി കൂടുതൽ എന്റർടൈൻമെന്റ് വേണ്ടത് നിങ്ങൾക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ രണ്ടാളും തച്ചു മേടിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മൾ ചെക്കനില്ല, അതായത് നമ്മളെ കസിൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക നിനക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വന്നോ, നമുക്കിങ്ങനെ എന്റർടൈൻമെന്റ് വർക്കും ഒരുപോലെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും നീ എൻ്റെ കൂടെ ഇങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് എന്നാ ചെയ്യാമെന്ന് ചോദിക്കുക. അതേ ടൈം ആയിരിക്കും നമ്മളെ കസിന്റെ മുഖം മാറുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ ചോദിക്കും എന്ത് നീ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ നമ്മളെ മാനേജർ ഇല്ലേ അവളെ പേര് പറയാണ്ട് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. അതേ ടൈം നമ്മളെ കസിൻ ആണെങ്കിൽ പറയും ഇതുപോലത്തെ കുറെ റൂമേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊന്നും പറയേ ആ ഒരു അങ്കിളില്ല, അതായത് കസിന്റെ അച്ഛനും അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ അച്ഛനെ നോക്കിയിട്ടാണെങ്കിൽ പറയും നിങ്ങളെ കൊണ്ടുള്ള ഒരുപാട് റൂമേഴ്സ് എനിക്ക് എന്നും അറിയാമെന്ന് പറയും. അതേ ടൈം അച്ഛൻ്റെ മുഖമാണെങ്കിൽ കുറച്ച് മാറുന്നുണ്ടാവുമായിരിക്കും. അയാൾക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോയെന്നും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതേ ടൈം നമ്മുടെ ഷൂ തന്നെ വിചാരിക്കും ഇവരെ വെറുതെ നാണം കെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. അതേ ടൈം അച്ഛൻ്റെ മുഖത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതേ ടൈം നമ്മളെ ജിയാങ്ങിനെയും ലീനെയും നോക്കുന്നതാണെങ്കിൽ അവരാണെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു മീറ്റിങ്ങിലായിരിക്കും. പക്ഷെ നമ്മളെ ലീ ആണെങ്കിൽ ഇവിടെ ഒന്നും ആയിരിക്കുമല്ലേ, ഏതോ ഒരു ലോകത്തിൽ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. ഏ ടൈം ജിയാങ് ആണെങ്കിൽ എന്തോ ഒരു പേപ്പർ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ വേറെന്തോ ഒരു പേപ്പർ ആയിരിക്കും എടുത്തു കൊടുക്കുന്നുണ്ടാവുക. അതേ ടൈം ജിയാങ്ങിനാണെങ്കിൽ ദേഷ്യം പിടിക്കും. ജിയാങ് ആണെങ്കിൽ പറയും ആകെ 9 മണി തൊട്ടിട്ട് 2 മണി വരെ നിങ്ങൾക്ക് ഇവിടെ പണിയുള്ളൂ, ആ ഒരു സമയം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ മര്യാദക്ക് ചെയ്യാൻ കഴിയൂലെങ്കിൽ എല്ലാവരും ഇവിടുന്ന് പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അവനോട് സോറി ചോദിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ നേരെ പോയിട്ട് അവളെ ഫോൺ നോക്കുന്ന അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ ഇവിടെ പിക്ക് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും അവനെ ഒഴിവാക്കേണ്ടിട്ട് അച്ഛാ ഞാൻ വീഴുന്നു ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് മുന്നിലത്തെ ടാക്സിയിൽ കയറിയിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. ജിയാങ് അവളെ നോക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അവനെ മൈൻഡേ ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ രക്ഷപ്പെട്ടിട്ട് വീട്ടിലെത്തിയല്ലോ എന്ന് വിചാരിക്കുന്ന അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവുക നീ ആണെങ്കിൽ എനിക്ക് മഷ്റൂമും വാങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നേ. ഇതേ ടൈം നമ്മളെ ജിയാങ്ങിൻ്റെ വീട്ടിൻ്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കും. അപ്പോൾ അവനാണെങ്കിൽ പറയും ലീ നീ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് തുറക്കുന്ന ടൈം ആയിരിക്കും ഒരു ഡെലിവറി ബോയ് ആയിരിക്കും. അവനാണെങ്കിൽ പറയും ലീ മാഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കായത് കൊണ്ട് ഈ ഒരു മഷ്റൂം എന്നോട് കൊണ്ടുതരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു മഷ്റൂം നമ്മളെ ജിയാങ്ങിൻ്റെ കൈമിൽ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ജിയാങ്ങിനാണെങ്കിൽ ഇത് കാണുന്ന ടൈം ചെറിയ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ കാണുന്നത് നമ്മളെ ഷൂനെ ആയിരിക്കും. ഷൂ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ബലൂണിന് ഇങ്ങനെ തോക്കിനെ കൊണ്ട് വെടിവെച്ചിട്ട് ആ ഒരു ബലൂൺ എല്ലാം പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു ബൊമ്മ വെച്ച് കിട്ടൂലേ, അതുപോലത്തെ ഗെയിം കളിക്കുന്നതായിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ കുറച്ച് ബലൂൺ പൊട്ടിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് ആ ഒരു വലിയൊരു ടെഡി ബെയറിനെ വേണമെന്ന് പറയേ. പക്ഷെ ആ ഒരു കടക്കാരനാണെങ്കിൽ പറയും അതിങ്ങനെ വലിയൊരു ബോണസ് കിട്ടുന്ന ടെഡി ബെയറാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു അമ്പില്ലേ, ആ ഒരു അമ്പാണെങ്കിൽ എടുത്തിട്ട് നേരെ ആ ഒരു റൗണ്ടിന്റെ നടുക്ക് നീ കൊള്ളിക്കുന്നതാണെങ്കിൽ നിനക്ക് ആ ഒരു ബലൂണ് കിട്ടും, ആ ഒരു ടെഡി ബെയർ കിട്ടും എന്ന് പറയേ. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ കൂയി ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ എപ്പത്തെ പോലെ തന്നെ നമ്മളെ ഷൂനെ ആസ്വദിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഷൂ ആണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു അമ്പില്ലേ, ആ ഒരു അമ്പാണെങ്കിൽ ആ ഒരു റൗണ്ടിൽ എറിയാണ്ട് നേരെ ആ ഒരു ടെഡി ബെയറില്ലേ അതിന്റെ മേത്തേക്ക് ഇങ്ങനെ കൊള്ളിക്കുന്നുണ്ടാവുമായിരിക്കും. ഇത് കാണുന്ന ടൈം കടക്കാരനാണെങ്കിൽ വിചാരിക്കും ഇവള് ഭയങ്കര സ്മാർട്ട് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടെഡി ബെയർ ആണെങ്കിൽ അവൾക്ക് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ ആ ഒരു ടെഡി ബെയർ എടുത്ത് പോകുന്ന
ടൈം അവളെ പിന്നാലെ തന്നെ നമ്മളെ കൂയും പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ഷൂ ആണെങ്കിൽ മീൻസ് അവനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും, നീ എന്തിനാ എൻ്റെ പിന്നാലെ തന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെ കൂയിക്കാണെങ്കിൽ ഷൂനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഷൂ എന്ത് പറഞ്ഞാലും അവളെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും, നീ എന്തായാലും എൻ്റെ പിന്നാലെ തന്നെ വരുന്നതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് രാത്രി മൊത്തം ഗെയിം കളിക്കാമെന്ന് നോക്കാം പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല അവരെ ഇടക്കാണെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ജിയാങ് ആണെങ്കിൽ രാവിലെ എണീച്ചിട്ട് കിച്ചണിൽ വരുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണ് അവിടെ ഉണ്ടാവുമായിരിക്കും. ഷൂനെ കണ്ടപാട് നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിടാന്നത്? അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ഫുഡ് നിരത്തുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നിന്റെ ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടുണ്ടല്ലോ, നീ ആരുമായിട്ടെങ്കിലും ഇപ്പം മത്സരിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ജി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ടാവുമായിരിക്കും, അവരുമായിട്ട് ഞാൻ ഇനി മത്സരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നീ ഇല്ലേ ആ ഒരു മുത്തശ്ശൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വേഗം റിസൈൻ ചെയ്തിട്ട് നീ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വാന്നൊന്നും ഷൂനോട് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും, എനിക്കറിയാം നീ അവസാനമായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മളെ ഫാമിലി, അതായത് ഈ ഒരു മുത്തശ്ശൻ്റെ റെസ്റ്റോറൻറ്റുമായിട്ടാണ്. എനിക്ക് വേണ്ടത് നിന്റെ ഏറ്റവും വലിയ ഒപ്പോണൻ്റ് ആയിട്ട് ഞാൻ മാത്രം നിൽക്കണം എന്നാണ്, അതുകൊണ്ട് ഒരിക്കലും ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ റിസൈൻ ചെയ്യൂലെന്ന് പറയും. അതായത് നമ്മളെ ജിയാങ് ആണെങ്കിൽ അവസാനമായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മളെ ജിയാങ്ങിൻ്റെ ഫാമിലിയിലോട് തന്നെയായിരിക്കും. അപ്പോൾ അതേ ടൈം ഈ ഒരു ജിയാങ്ങും ഈ ഒരു ഷൂവും അവസാന റൗണ്ടിൽ മത്സരിക്കണം എന്നായിരിക്കും ഷൂവിൻ്റെ ആഗ്രഹം. അതായിരിക്കും അവൾ പറയുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ എന്നാ പറയേണ്ടതെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനിലായിരിക്കും ഉണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ വെയർ ഹൗസിൽ നിന്നിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കുന്നതായിരിക്കും. അതേ ടൈം ചെക്കനാണെങ്കിൽ അവളെ പിന്നാലെ തന്നെ വന്നിട്ട് അവളോട് പറയും, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ ഞാൻ തിരക്കിലാണെന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും, നീ എപ്പോൾ തിരക്കിലാന്ന്, ഇപ്പം നീ എൻ്റെ അടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന അതേ ടൈം ആയിരിക്കും അവളെ ഫോണിലാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ആ ഒരു കൂയാറ്റ വിളിക്കുന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഫോൺ എടുക്കരുതെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. നോക്കുമ്പോൾ അവളെ അച്ഛനായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ നേരെ അച്ഛനാ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അത് അവളൊരു ട്രിക്കായിരിക്കും. ഇതേ ടൈം കൂയാണെങ്കിൽ പറയും, അതായത് കൂയാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ടാണെങ്കിൽ പറയും, അതായത് ഇവരെ പുതിയ റെസ്റ്റോറൻറ്റിലത്തെ ആ ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുക. അവളാണെങ്കിൽ നീ എവിടെയാ പോകുന്നത്, നിനക്കെന്നാ തിരക്ക് എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയൂ, അത് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് നീ ഒറ്റക്ക് കൊടുത്താൽ മതി എന്ന് പറയും. ഇവനാണെങ്കിൽ മിക്കവാറും ആ ഒരു ഷൂവിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. മാത്രമല്ല അവനാണെങ്കിൽ അവിടുന്ന് ഒരു വലിയൊരു പെട്ടി തുറക്കുന്നുണ്ടാവുമായിരിക്കും. നോക്കുമ്പോൾ എന്നായിരിക്കും നമ്മളെ ഷൂവിൻ്റെ പേര് എഴുതിയ ഒരു ഹെൽമെറ്റ് ആയിരിക്കും. അതിൻ്റെ മേലോട്ട് അവനാണെങ്കിൽ ഇങ്ങനെ തലോട് നോക്കി ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മളെ ചെക്കനാണെങ്കിൽ ട്രൂ ലവ് ആയിരിക്കും നമ്മളെ ഷൂവിനോട്. ഷൂ ആണെങ്കിൽ കിച്ചണിൽ തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ടാവുമായിരിക്കും. അവളെ അസിസ്റ്റന്റ് ആണെങ്കിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് കാണാൻ നിൽക്കുന്നുണ്ടെന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ തിരക്കാന്ന്, എനിക്ക് ആരും കാണാൻ താല്പര്യമില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവും. അവക്കും അറിയില്ലേ പുറത്ത് വന്നത് കൂയാന്ന് തന്നെ. ഇതേ ടൈം മാനേജർ ആണെങ്കിൽ വന്നിട്ട് കൂയിൻ്റെ അടുത്ത് ഇതുപോലെ അവളിങ്ങനെ ബിസി ആണെന്ന് പറയുന്ന ടൈം കൂയാണെങ്കിൽ പറയും, അതൊന്നും കുഴപ്പമില്ല, അവളെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ പണിയെല്ലാം കഴിയുന്നപ്പോൾ തന്നെ അവൾക്കാണെങ്കിൽ നല്ല വയറുവേദന ഉണ്ടാവുമായിരിക്കും. അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. ഇതേ ടൈം മാനേജർ പുറത്ത് വരുന്ന ടൈം കൂയാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും അവളായിരിക്കും എന്നാണ്. അതേ ടൈം മാനേജർ ആണെങ്കിൽ പറയും, അവൾ ഇവിടുന്ന് പോയി നീ പോയി കൊന്നു പറയേ. അപ്പോൾ അവനാണെങ്കിൽ പറയും, ഹേ അവൾ പോകാൻ ഒരു ചാൻസും ഇല്ല, അവളെ മോട്ടോർ ബൈക്കല്ലേ ഇവിടെ ഉള്ളത്, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എന്നും 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതുപോലെ പെയിൻ ആയിട്ട് അവൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതും കണ്ടോണ്ടായിരിക്കും നമ്മളെ കൂയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. കൂയിക്കാണെങ്കിൽ ഇത് കാണുന്ന ടൈം സഹിക്കുക. അവൻ അത്ര ഇഷ്ടമുള്ളൊരു പെണ്ണല്ലേ. അവനാണെങ്കിൽ അവൻ വാങ്ങിയ സാധനം അവിടെ വെച്ചിട്ട് അവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളോട് എന്നാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഒന്നും പറയാത്ത കാണുന്ന ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളെ ഇതുപോലെ എടുക്കുന്നുണ്ടാവും. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ബൈക്കിലായിരിക്കും പോകുന്നുണ്ടാവുക. അതേ ടൈം അവളെ തലയിലാണെങ്കിൽ ആ ഒരു പുതിയ ഹെൽമെറ്റും കാണുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല പെണ്ണ് നമ്മളെ ചെക്കനെ കെട്ടിപ്പിടിച്ചിട്ടല്ലായിരിക്കും പോകുന്നുണ്ടാവുക. നടക്കട്ടെ ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ പെണ്ണിനോട് മിണ്ടാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാതിരാത്രിക്ക് അവളെ വീട്ടിൽ പോകുന്നതായിരിക്കും. പാതിരാത്രി ആകുന്ന ടൈം അവൾക്ക് തിരക്കുണ്ടാവില്ലല്ലോ, അത് ഉദ്ദേശത്തിലായിരിക്കും അവൻ പോകുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, നീ എന്നീ ഒരു പാതിരാത്രിക്ക് എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഞാൻ നിന്റെ
എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ മീനിനെ ചെക്ക് ചെയ്യാൻ വരുമെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പം വന്നേന്നെന്ന് പറയേ. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നുണ്ട് ഇതിങ്ങനെ പാതിരാത്രി ആയില്ലേ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ പറയും നീ ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാതിരാത്രിക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു മീനിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് ടാങ്കും കൂടി എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നോക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു മീനിനെ ഇതുപോലത്തെ കുഞ്ഞു കുടുക്കയിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അതേ ടൈം അവനാണെങ്കിൽ പറയും ഇത്ര കുഞ്ഞു കുടുക്കയിലിട്ടിട്ടും അത് ഇത്ര കാലം ജീവിച്ചത് നിന്റെയും ആ ഒരു ഫിഷിന്റെയും ഭാഗ്യം കൊണ്ടാണെന്ന് പറയൂ. അങ്ങനെ രണ്ടും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു മീനിനെ അപ്പുറത്തെ വലിയ ടാങ്കിലേക്ക് മാറ്റുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക നീ എന്തിനാ ഈ ഒരു ലൈറ്റ് ഫിറ്റ് ആക്കിയെന്ന്. അപ്പൊ അവനാണെങ്കിൽ പറയും ഈ ഒരു മീനിനെ ഭയങ്കര പ്രെറ്റിയർ ആക്കേണ്ടിട്ടാണെന്ന് പറയേ. സംഭവം ആ ഒരു മീനിനെ കാണാൻ ഒരു ഗുണം ഉണ്ടാവില്ലായിരിക്കും, എന്ത് ചെയ്താലും അതിങ്ങനെ പ്രെറ്റി ആക്കാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ലേ. അപ്പൊ അവളാണെങ്കിൽ ഇവൻ പറയുന്ന എല്ലാത്തിനും സമ്മതം മൂളാന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ സമ്മതം മൂളുന്നുണ്ട്. അവളാണെങ്കിൽ ആ ഒരു മീനിനെ എടുത്തിട്ട് ആ ഒരു ടാങ്കിൽ ഇടുന്ന ടൈം അവളെ മേത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവനാണെങ്കിൽ അടുത്ത് വന്നിട്ട് അതെല്ലാം തുടച്ചു കൊടുക്കുന്ന ടൈം രണ്ടാളെ മുഖത്തും കുറച്ച് റൊമാൻസ് ഉണ്ട് അവർക്ക്. എന്നിട്ട് അവനാണെങ്കിൽ കുറച്ച് മാറി നിന്നിട്ട് അവളോട് പറയും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാനാണ് ഇപ്പം വന്നത്. അന്ന് നമ്മൾ രണ്ടാളും ആ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ഉണ്ടായ ടൈം അവസാന നിമിഷത്തിൽ നിനക്ക് ശരിക്കും ബോധം ഉണ്ടായിനോന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഈ ഒരു എപ്പിസോഡ്സിൽ മൊത്തം എൻ്റെ സൗണ്ട് ഒരുമാതിരി ഉണ്ട്, എനിക്ക് തന്നെ അറിയാം. നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ചെയ്യുമല്ലോ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട്